ഇതാണ് മാനവീയം വീഥി. ട്രിവാൻഡ്രത്തുള്ളവർക്ക് നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഇത്. അപ്പോൾ ഇവിടെ പകൽ എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. നൈറ്റാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആകുന്നത്. കടകളും ആളുകളും മറ്റ് ആൾക്കാരൊക്കെ വന്ന് എൻജോയ് ചെയ്യുന്നത് രാത്രിയാണ്. പകൽ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഭിത്തിയിലൊക്കെ നല്ല പെയിൻ്റ് ഒക്കെ ചെയ്ത് നല്ല കളർഫുള്ളാക്കി വെച്ചിട്ടുണ്ട്. വഴിയൊക്കെ ആണെങ്കിൽ നല്ല ക്ലീനാണ്. ഒട്ടും വേസ്റ്റോ പ്ലാസ്റ്റിക്കുകളോ ഒന്നും ഇട്ട് വെച്ചിട്ടുമില്ല. മാക്സിമം ക്ലീന് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ എല്ലാം. അതുപോലെ തന്നെ പകൽ മാത്രമേ ഇതുവഴി വണ്ടികളൊക്കെ കടത്തി വിടത്തുള്ളൂ. നൈറ്റ് വണ്ടികൾ റെസ്ട്രിക്റ്റഡാണ് ഇതുവഴി. കാരണം ആളുകളൊക്കെ ഇഷ്ടംപോലെ വരുന്ന സ്ഥലമല്ലേ. അപ്പോൾ വണ്ടികളൊക്കെ വന്നാൽ അത് അവർക്കൊരു ബുദ്ധിമുട്ടാണ്. നമുക്ക് കുറച്ച് മുന്നോട്ട് ഇങ്ങനെ പതുക്കെ നടക്കാം. ആ ഭിത്തിയിലൊക്കെ നല്ല പടം വരച്ച് വെച്ചിരിക്കുന്നത് കണ്ടോ. നല്ല നല്ല ചിത്രങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. ഒരു കൊച്ചി ബിനാലെ ടൈപ്പ് മോഡൽ. കൊള്ളാമല്ലേ. നടന്ന് ഞാൻ വെളിയിൽ വന്നു. ഇതാണ് വെളിയിലത്തെ കാഴ്ചകളെന്ന് പറയുന്നത്. ആകെ 400 മീറ്ററേ ഉള്ളൂ. 400-500 മീറ്റർ എങ്ങാണ്ട് ഈ വഴിയുടെ നീളമുള്ളൂ. ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ട്രിവാൻഡ്രം വെള്ളയമ്പലത്തിന് അടുത്താണ്. ഓക്കെ, ഞാൻ തിരിച്ച് ഓപ്പോസിറ്റ് സൈഡിലേക്ക് നടക്കുകയാണ്. ചുവരിലൊക്കെ നല്ല പടമൊക്കെ വരച്ച് നല്ല മെസ്സേജൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പകൽ ആളില്ലെങ്കിലും റീൽസ് എടുക്കാനും ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും അല്ലെങ്കിൽ നല്ല കാറ്റൊക്കെ കൊണ്ട് നല്ല ചില്ല് ചെയ്യാനൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രസമാണ് ടൈം സ്പെൻഡ് ചെയ്യാൻ. പകൽ ഇങ്ങനെ കിടക്കുന്നത് കണ്ട് ഒന്നും വിചാരിക്കേണ്ട. നൈറ്റാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റുകളെന്ന് പറയുന്നത്. നല്ല ലൈറ്റൊക്കെ ചെയ്ത് നല്ല വൈബ് പ്ലേസാണ്. ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. എത്ര സമയം വേണമെങ്കിലും നമുക്ക് നൈറ്റ് ഇവിടെ സ്പെൻഡ് ചെയ്യാനും പറ്റുന്നുണ്ട്. ഇത്രയുള്ളൂ. ഞാനിവിടെ ഏകദേശം ഒരു 1.5 മണിക്കൂറോളം ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായതെന്ന് വെച്ചാൽ നല്ലൊരു സ്ഥലമാണ്. പകലാണെങ്കിലും രാത്രിയാണെങ്കിലും ഇവിടെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. റിലാക്സായി മൈൻഡ് കൂളാക്കാൻ പറ്റും. ഇപ്പോൾ ഞാനിവിടെ പുറത്ത് വന്നിരിക്കുകയാണ്. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റട്ടെ. നല്ല ക്ലീനാക്കി നല്ല ബ്യൂട്ടിയാക്കി നിർത്തിയാൽ ടൂറിസ്റ്റുകൾക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബൈ.